നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 615 615. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 615. 110 സർഗം ലീലാകാന്ഡത്തിൽ കൃഷ്ണൻ്റെ ലീലാവിലാസവും കംസവധവും. അതിൽ 21 ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ജഗന്മനോമോഹന ദിവ്യലീലാരസത്തിൽ മുങ്ങും ജനമാകമാനം ജയാരവം കംസനൊഴിച്ചു വിണ്ണിൽ മുഴക്കിനാർ ഈ വിധം അമ്പോടൊപ്പം. സ്നേഹവത്സല്യങ്ങളോടുകൂടി ശ്രീകൃഷ്ണ ബലരാമസ്വാമികളെ ആകാശം മുട്ടുമാറ് വാഴ്ത്തി ആ മധുരാപുരയിലുള്ള രംഗസംവിധാനത്തിൽ ഇരിക്കുന്നവരെല്ലാം കംസൻ ഒഴികെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ കംസൻ്റെ ഭൃത്യന്മാരും ഒക്കെ ഭഗവാന്മാർക്ക് ജയ് വിളിച്ചു. അതാണ് ഉണ്ടായത്. ഇനി 22 ശ്ലോകം നോക്കുക. ബലിഷ്ഠരാം മല്ലരേ വന്ന വീരകുമാർ തൻ വിക്രമമോർക്കമൂലം ചെയ്യേണ്ടതെന്തെന്നറിയാതെ കംസൻ ഇരുന്നു പോയാനുടനൊട്ടു നേരം. തൻ്റെ ബലശാലികളായ മല്ലയുദ്ധ വൈദഗ്ധ്യമുള്ളവരൊക്കെ പോയി കഴിഞ്ഞു, മരിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മൃത്യു എന്നെ ഗ്രസിച്ചു കൊണ്ടിരിക്കണു എന്നുള്ളൊരു വല്ലായ്മയിൽ നട്ടം തിരിഞ്ഞ് ആലോചനയിലിരിക്കുകയാണ് ആരെ? കംസൻ. ബലിഷ്ഠരാം മല്ലരവെന്ന വീരകുമാർ തൻ വിക്രമമോർക്കമൂലം ചെയ്യേണ്ടതെന്തെന്നറിയാതെ കംസൻ ഇരുന്നു പോയാനുടനൊട്ടു നേരം. കൽപ്പിപ്പതുണ്ടാൻ നൃപവീരനോരോന്ന് എണീറ്റുറക്കെ പലരോടുമൊപ്പം. ഒരു വിഭ്രാന്തി വന്ന കൂട്ടത്തിൽ, ഒരു ഭ്രാന്തി പിടിച്ച കൂട്ടത്തിൽ സിംഹാസനത്ത് എണീക്കണോ, അവനെ വിളിക്കണോ, ഇവനെ വിളിക്കണോ, അത് പറയണോ, ഇത് പറയണോ, ഒന്നും സ്പഷ്ടമല്ല. ആകെ ഒരു താളം തെറ്റിയ അവസ്ഥ. കൽപ്പിപ്പതുണ്ടാം നൃപവീരനോരോന്നെണീറ്റുറക്കെ പലരോടുമൊപ്പം മുകുന്ദലീലാരസമാസതിപ്പോൻ കൂട്ടാക്കുമോ കംസവിജൽപ്പനങ്ങൾ. അതാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിലാസത്തിൽ മനസ്സ് അർപ്പിതമായിട്ടുള്ള കംസൻ്റെ ഭൃത്യന്മാർക്ക് തൻ്റെ പ്രഭു പറയുന്ന കൽപ്പിതങ്ങളൊന്നും ചെവിക്കൊള്ളാൻ പറ്റിയില്ല. അവർ 100-101% ഭഗവാന്റെ ലീലാരസത്തിൽ മുങ്ങിയിരിക്കുകയാണ്. കൽപ്പിപ്പതുണ്ടാം നൃപവീരനോരൊന്ന് എണീറ്റുറക്കെ പലരോടുമൊപ്പം മുകുന്ദലീലാരസമാസ്വദിപ്പോൻ കൂട്ടാക്കുമോ കംസവിജൽപ്പനങ്ങൾ. കേൾപ്പീലയെന്നേ വരുമോർക്കെ വാദ്യക്കാരെ തടഞ്ഞാനിരുകൈകൾ കൊണ്ടും. പൊറുതുമുട്ടിയ കംസൻ ഈ വാദ്യകോലാഹലങ്ങൾ കൊണ്ടാണോ തൻ്റെ ഭൃത്യന്മാർ എൻ്റെ ആജ്ഞകളെ കേൾക്കാതെ കൊണ്ടിരിക്കുന്നത്? നിർത്തൂ, വാദ്യം നിർത്തൂ. കേൾപ്പിയില എന്നേ വരുമോർക്കെ വാദ്യക്കാരെ തടഞ്ഞാനിരുകൈകൾ കൊണ്ടും. മൃദംഗശങ്കാദികൾ വിണ്ണിലേതും നിർത്താകിലും കംസനി വണ്ണമോദി. മൃദംഗശങ്കാദികൾ ആകാശത്തിൽ ശബ്ദമുഖരിതമാവുമ്പോഴും നിർത്തായിലും കംസൻ ഈ വണ്ണം മോദി. കംസൻ ഇങ്ങനെ ആജ്ഞ പറഞ്ഞു. വാദ്യങ്ങൾ നിർത്താത്തവരൊക്കെ 100 പണം പിഴച്ചിടണം. അത്രയല്ല. അതായത് നിങ്ങളിപ്പോൾ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണില്ല.
നിങ്ങളോട് വാദം ചെയ്യാൻ പറഞ്ഞത് മല്ലയുദ്ധത്തിന് കൊഴുപ്പുണ്ടാവാനാണ്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഈ ബലരാമനും ശ്രീകൃഷ്ണനും കൂടി ചെയ്യുന്ന നൃത്ത വിനോദങ്ങൾക്ക് താളമേളങ്ങൾ കൊഴുപ്പിക്കുന്നത് ശരിയാണോ? വാദ്യങ്ങൾ നിർത്താത്തവരൊക്കെ 100 പണം പിഴച്ചിടണമത്രയല്ല, ഓരോരുത്തരും 100 പണം ഫൈനിടണം. ആട്ടിപ്പുറത്താക്കുക ശൗര്യപുത്രന്മാരെ ക്ഷണം നമ്മുടെ നാട്ടിൽ നിന്നും. അതായത് ഈ ശൂരന്മാരായിട്ടുള്ള കുട്ടികളെ ആട്ടിപ്പുറത്താക്കുക, നമ്മുടെ രാജധാനിക്ക് പുറത്താക്കണം, അല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം. ദുർബുദ്ധിയാം നന്ദനെ വെട്ടിടാതെ. ദുർബുദ്ധി, ഈ ചെക്കന്മാരുടെ അച്ഛനുണ്ടല്ലോ, എന്താ പറയുക, നന്ദഗോപരെ അയക്കരുത്. ദുർബുദ്ധിയാം നന്ദനെ വെട്ടിടാതെ സൂക്ഷിക്കണം. ഗോകുലമൊക്കെ വേഗം കയ്യേറണം. ഗോകുലൊക്കെ നശിപ്പിക്കണം. ഇവരിനി വഴിയോരത്തിൽ ദേവകിയോടൊപ്പം ദുഷ്ടനെ ചെന്നു വധിക്കയാം ഞാൻ. കൂടാതെ കണ്ട് വസുദേവ ദേവികമാരെ ഞാനിപ്പോൾ വധിക്കാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ചോർ തിന്ന് മറ്റുള്ളവരോട് കൂറുകാട്ടും പിതാവായി വരും ഉഗ്രസേനൻ. എൻ്റെ ഒരു അച്ഛനുണ്ടല്ലോ തന്തപ്പടി, അങ്ങനെ തന്നെ പറഞ്ഞത്. ചോർ തിന്നു മറ്റുള്ളവരോട് കൂറുകാട്ടും പിതാവായി വരും ഉഗ്രസേനൻ. പിതാവായി വരും എന്ന് പറഞ്ഞാൽ നേരെ പിതാവല്ല, ചെറിച്ചും വിളിച്ചിട്ടൊട്ടയാൾ തോന്നും. എങ്ങനെയായാലും അദ്ദേഹത്തിന് നമുക്ക് തുറുങ്കിൽ അടയ്ക്കാം. വധാർഹനാം തന്നുടെ കൂട്ടുകാരും അവരൊക്കെ വധിക്കാൻ അർഹരാണ്. ഈ മട്ടു കംസന്റെ പുലമ്പൽ കേട്ടുകോപിച്ചുടൻ കാൽ ഞൊടി കൊണ്ടമേയൻ. ഇങ്ങനെയുള്ള നീതി ഇല്ലാത്ത അല്ലെങ്കിൽ ധാർമ്മികമല്ലാത്ത ഒരു വാക്ക് കേട്ടപ്പോൾ പ്രമേയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഭഗവാൻ കോപിച്ചുടൻ കാൽ ഞൊടി കൊണ്ടമേയെന്നാണ്. കാൽ നിമിഷം, ഒരു ഞൊടി കൂടില്ല. കുതിച്ചുതൻ തുങ്ക സുവർണമഞ്ചം കരേറി കണ്ടില്ലൊരാൾ പോലും. കംസൻ്റെ ഉയരത്തിലുള്ള രാജസിംഹാസനത്തിലേക്ക് ഒരു കുതിച്ചൊരു ചാട്ടം ചാടി, ആരും കണ്ടില്ല എന്നാ. അത്രയും കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗത്തിൽ ഈ മട്ടു കംസന്റെ പുലമ്പൽ കേട്ടു കോപിച്ചുടൻ കാൽ ഞൊടി കൊണ്ടമേയൻ കുതിച്ചുതൻ തുങ്ക സുവർണമഞ്ചം കരേറി കണ്ടില്ലതൊരാളു പോലും. പെട്ടെന്നു തൻ മുമ്പിലണഞ്ഞ കാലൻ. കംസനെന്താ തോന്നിയത്? പെട്ടെന്നു തൻ മുമ്പിലണഞ്ഞ കാലൻ കണക്കെ ഉൾപൂവിലുറച്ച കംസൻ എണീറ്റുടൻ കയ്യിലെടുത്ത ഗൾഗകേടങ്ങൾ പേരിന്നു ധനിഞ്ഞു മൂടൻ. തൻ്റെ ഉടവാള് എടുത്ത് പ്രയോഗിക്കണമെന്ന് തോന്നി, പക്ഷെ എന്ത് പറ്റിയില്ല. എണീറ്റുടൻ കയ്യിലെടുത്ത ഗൾഗകേടങ്ങൾ പോരിന്നു തുനിഞ്ഞു മൂടൻ. വാളോങ്ങി വട്ടത്തിലണഞ്ഞു വാനിൽ പരുന്തിനൊപ്പം പഴുതോർത്തു നിൽക്കേ പിടിച്ചു താർഷ്യൻ ഭുജകത്തിനെ പോൽ അയാളെ വീഴ്ത്താൻ അതുലപ്രതാപൻ. ഭഗവാനോട് തുല്യമായിട്ടുള്ള പ്രതാപമുള്ള ഒരാൾ ഈ എന്താണെന്നാ പറയുക, ഈ സൗരയൂഥത്തിലില്ല. ഈ സൗരയൂഥത്തിൽ ഒരു സൗരയൂഥത്തിലുമില്ല. വാളോങ്ങി വട്ടത്തിൽ അണഞ്ഞു വാനിൽ പരുന്തിനൊപ്പം പഴുതോർത്ത് നിൽക്കേ പിടിച്ചു താർഷ്യൻ ഭുജകത്തിനെ പോലയാളെ വീഴ്ത്താൻ അതുലപ്രതാപൻ കുടുംബയിൽ തന്നെ പിടിച്ചു. ഈ ചാട്ടത്തിൻ്റെ വേഗതയിൽ കംസൻ്റെ കിരീടമൊക്കെ പോയി കുടുമയിൽ പിടിച്ചു എന്നാ. കുടുമയിൽ തന്നെ പിടിച്ചു വീണു കിരീടം മമ്മട്ടിൽ അയാളെ വീഴ്ത്തി കംസൻ്റെ മാർത്തട്ടിലുടൻ പതിച്ചു. അതായത് ഈ രംഗസംവിധാനത്തിലുള്ള അങ്ങോട്ട് വീഴ്ത്തി അയാളുടെ വലിയ മാറിടത്തിലേക്ക് കുട്ടി അങ്ങോട്ട് ചാടി വീണു. കംസൻ്റെ മാർത്തട്ടിലുടൻ പതിച്ചു വിളങ്ങി വിശ്വാശ്രയനാം മുകുന്ദൻ. വിശ്വത്തിന് ആശ്രയമായിരിക്കുന്ന മുകുന്ദൻ കംസൻ്റെ ഞഞ്ഞത്ത് ചാടി കയറി.
അമ്മട്ടിൽ അംഭോജതളേക്ഷണൻ്റെ മനോജ്ഞമാം മുഖചന്ദ്രബിംബം തുറിച്ച കൺകൊണ്ടു കുളിർക്കെ നോക്കി. കംസൻ ആ ഭഗവാന്റെ പൊന്നോമന മുഖം തുറിച്ച കണ്ടു നോക്കിയത്. എന്താ തുറിക്കാൻ കാരണം? നെഞ്ഞത്ത് ഹിമാലയ പർവ്വതം വീണ മാതിരി വീണിട്ടുള്ളത്. അപ്പോൾ കണ്ണിൻ്റെ സോക്കറ്റിലാണല്ലോ ഈ കൃഷ്ണാമണി തുറിച്ചു. പ്രഷർ കാരണം, അങ്ങനെ തന്നെ പറയണം. അമ്മട്ടിൽ അംബോജതളേക്ഷണൻ്റെ മനോജ്ഞമാം മുഖചന്ദ്രബിംബം തുറിച്ചു കൺകൊണ്ടു കുളിർക്കെ നോക്കി ഞൊടിക്കകം പ്രാണനെ വിട്ടു കംസൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഉടനടി പ്രാണം പോയി. തുറിച്ചു കൺകൊണ്ടു കുളിർക്കെ നോക്കി ഞൊടിക്കകം പ്രാണനെ വിട്ടു കംസൻ ഭയന്നുകൊണ്ട് ഊണിലുറക്കിലൻ നല്ല ദേഹമേതിലും ഭയന്നുകൊണ്ട് ഊണിൽ ഉറക്കിലൻ നല്ല ദേഹമേതേതിലും ഏതു കണ്ടു. താൻ ഊണ് കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കളിക്കുമ്പോഴും കുളിക്കുമ്പോൾ എന്ന് വേണ്ട, കാണുന്നതൊക്കെ കൃഷ്ണ ഭഗവാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയം കൊണ്ട് തൻ്റെ ഭൃത്യന്മാരേനല്ല കാണുന്നത്, കൃഷ്ണനെ തൻ്റെ ശത്രുവായിട്ട്. ഭയന്നുകൊണ്ട് ഊണിലും ഉറക്കിലെന്നല്ല ദേഹമേതേതിലും, ആർക്കൊക്കെ ശരീരമുണ്ടോ അതൊക്കെ കൃഷ്ണനായിട്ട് കണ്ടു. അതേ ഘനശ്യാമള വിഷ്ണു രൂപം അലഭ്യമെന്നേക്കും അണഞ്ഞു ധന്യൻ. അതേ ഘനശ്യാമള, ആ ഭഗവാന്റെ ശാരീരികമായിട്ടുള്ള രൂപത്തെ വർണ്ണിക്കുകയാണ്. വിഷ്ണു രൂപം അലഭ്യമെന്നേക്കും അണഞ്ഞു ധന്യൻ. മുക്തി കിട്ടി കംസൻ്റെ ആത്മാവ് നേരെ വിഷ്ണുവിൽ പോയി ചേർന്നു എന്നാ. അരങ്ങിലങ്ങിങ്ങു വലിച്ചിഴച്ചാനന്ദവീരൻ മൃതകംസദേഹം. ഭഗവാൻ ഈ ലോകർക്കൊക്കെ പേടിസ്വപ്നമായി തീർന്നിരുന്ന ആ കംസൻ്റെ ശവം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. ഭഗവാന്റെ ആ ക്രോധം മുഴുവൻ അതിൽ തീർത്തു. അരങ്ങിൽ അങ്ങിങ്ങു വലിച്ചിഴച്ച ആനന്ദവീരൻ മൃതകംസദേഹം. അമ്മയ്ക്കും അച്ഛനും അയാൾ മരിച്ചതറിവുതാൻ എത്രയും ആശ്വസിപ്പാൻ. എന്തിനാ? തൻ്റെ അച്ഛനും അമ്മയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നന്ദഗോപരും യശോദമ്മയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ ഭയന്നിട്ടാണ് ഇത്ര കാലം എന്നെ അവർ ഒരു പൂവിനെ ശ്രദ്ധിക്കണത് വാടാതെ കണ്ട്? അത്രമേൽ ഗൗരവത്തോടു കൂടിയിട്ടാണ് ബലരാമനും ശ്രീകൃഷ്ണനെയും നന്ദഗോപരും യശോദാദേവിയും രോഹിണി ദേവിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ഉറക്കണം, ഇനി ഭീതി വേണ്ട, കംസൻ ചത്തു. കംസാനുജന്മാരെതിരിട്ടു കങ്കൺ തുടർന്നോരട്ടാളജനോട്. അജൻ എന്ന് പറഞ്ഞാൽ ജന്മമില്ലാത്തവൻ അർത്ഥം പറയാം. അപ്പോൾ ആ കൃഷ്ണനോട് പകരം വീട്ടാൻ കംസൻ്റെ അനിയന്മാർ കംസാനുജന്മാരെതിരിട്ടു കങ്കൺ ഒരെട്ടാളുണ്ട് ഇവർ. അജനോട് രാമൻ മഹാഭുജൻ കയ്യിലിരിക്കും ആനക്കൊമ്പാലുടൻ തന്നെ അടിച്ചു കൊന്നാൻ. എട്ടാളേനി തൻ്റെ അനിയൻ്റെ നേരെ ചാടി വീണ ദുഷ്ടന്മാരായിരിക്കുന്ന ആ കംസൻ്റെ അനിയന്മാരെട്ടാളേനി അടിച്ചു കൊന്നു. മൃദംഗശങ്കാദികൾ തൻ മനോജ്ഞ ശബ്ദം വിയത്തിങ്കൽ മുഴങ്ങി വീണ്ടും. വിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രംഗസംവിധാനം, മല്ലയുദ്ധത്തിൻ്റെ സ്റ്റേജ് എന്ന് പറയാം. മൃദംഗശങ്കാദികൾ തൻ മനോജ്ഞ ശബ്ദം വിയത്തിങ്കൽ മുഴങ്ങി വീണ്ടും മുഴങ്ങി എന്ന് പറഞ്ഞാൽ ആ ലീലാസമയത്ത് നിർത്താൻ പറഞ്ഞ് നിർത്തിയതാ. പിന്നെയും മൃദംഗശങ്കാദികൾ തൻ മനോജ്ഞ ശബ്ദം വിയത്തിങ്കൽ മുഴങ്ങി വീണ്ടും. വിരിഞ്ചി തൊട്ടുള്ളവർ പൂക്കൾ പെയ്തു. അതായത് സത്യലോകത്തുനിന്ന് ബ്രഹ്മാവടക്കമുള്ള ദേവന്മാരുടെ കാര്യം പറയേണ്ട, സ്വർഗലോകത്തുനിന്ന് അവരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു.
വിരിഞ്ചി തൊട്ടുള്ളവർ പൂക്കൾ പെയ്തു പുകഴ്ത്തി വിൺമങ്കകൾ ചെയ്തു നൃത്യം. ദേവലോകത്തെ സ്ത്രീകൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാട്ടുപാടി നൃത്തം ചെയ്തു. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ദശോത്തരശതസർഗ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 111 സർഗം ലീലാകാണ്ഡത്തിൽ കംസപത്നി വിലാപവും ഭഗവത് സാന്ത്വനവും. കംസൻ്റെ പത്നിമാർ, അതായത് ജരാസന്ധൻ്റെ മക്കളാണവർ. അവർ തൻ്റെ ഭർത്താവ് ഈ മണ്ണിൽ വീണ് കിടക്കുന്നത് കണ്ട് മാറത്തടിച്ച് പരിതപിക്കുമ്പോൾ ഭഗവാൻ സമാധാനിപ്പിക്കുകയാണ് അവരേനെ. കംസൻ്റെ പത്നിമാർ കണ്ണീരൊഴുക്കിക്കൊണ്ട് അരങ്ങ് അതിൽ അണഞ്ഞു ഉറക്കെ വാവിട്ടു വിലപിച്ചോതി. ഇങ്ങനെ താഴെ പറയുന്ന പോലെ അവർ വിലാപം ചെയ്തു. കംസൻ്റെ പത്നിമാർ കണ്ണീരൊഴുക്കിക്കൊണ്ട് അരങ്ങതിൽ അണഞ്ഞുറക്കെ വാവിട്ടു വിലപിച്ചോതി. മഹേന്ദ്രനെ വിറപ്പിച്ചൊരവിടുന്നെന്തൊരത്ഭുതം. ഇന്ദ്രനെ വിറപ്പിച്ച് അങ്ങിപ്പോൾ ഈ മണ്ണിൽ കിടക്കുന്നത് കാണാൻ പറ്റില്ല എന്നാ. മഹേന്ദ്രനെ വിറപ്പിച്ചോരവിടുന്ന് എന്തൊരത്ഭുതം. വെറും ഗോപകുമാരൻ്റെ കൈ കൊണ്ട് ഈ നിലയേൽക്കയോ. ഒരു ഗോപകുമാരൻ്റെ കൈ കൊണ്ട് ഇത്ര പരിതാപകരമായിട്ട് കിടക്കണ കണ്ടു. വളരെ സങ്കടം ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. മരിച്ചില്ലെന്നു തോന്നുന്നു ഉണ്ടൊന്നു നോക്കുക നീ സഖി. ജീവൻ പോയിട്ടില്ല എന്നാണല്ലോ എനിക്ക് തോന്നണത്. അങ്ങനെയാണ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ മരിച്ചാൽ. മരിച്ചില്ലെന്നു തോന്നുന്നു ഉണ്ടൊന്നു നോക്കുക നീ സഖി. ഇളക്കമുണ്ടോ മിഴികൾക്കില്ല ആയതു തോന്നലാം. നമ്മുടെ ശോക കൊണ്ടുണ്ടായ വിഭ്രാന്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നണതെന്ന് എനിക്കറിയാം. എന്നാലൊന്ന് നോക്കൂ. നിങ്ങൾ തൻ മൃതിയോടൊപ്പം പത്നിമാരായ ഞങ്ങളും കൊട്ടാരവും നശിച്ചല്ലോ ഗുണശീല മനോഹരാം. ഭഗവാനോട് പറയാണ്, നിങ്ങൾ തൻ മൃതിയോടൊപ്പം പത്നിമാരായ ഞങ്ങളും, അതായത് കംസനോടൊപ്പം ഞങ്ങളും മരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾക്കിത് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളും കൊട്ടാരവും നശിച്ചല്ലോ ഗുണശീല മനോഹര അങ്ങയില്ല. അപ്പോൾ ഇതൊക്കെ പരിതാപങ്ങൾ പത്നിമാരെ കംസനോട് പറയാൻ കേട്ടോ. അങ്ങയില്ല ആകിൽ മധുരാരാജം എമ്മട്ടിൽ മിന്നിടും. പിന്നെ ഈ മധുരാരാജത്തിൻ്റെ പ്രകീർത്തി നിങ്ങളുടെ അഭാവത്തിൽ ഒന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത്. അങ്ങയില്ല ആകിൽ മധുരാരാജം എമ്മട്ടിൽ മിന്നിടും. ഉത്സവാദികൾ ഈ വണ്ണം മകന്ന് ഈ ഞങ്ങൾ പോലവേ. ഞങ്ങൾക്കിപ്പോൾ ഉത്സവമില്ല, കാരണം ഉത്സവനാഥനായിരിക്കുന്ന അങ്ങ് മരിച്ചു. പട്ടുടുപ്പൂകളും ആഭരണങ്ങളും എത്രയാം വാങ്ങിച്ചു തന്നത് ഈ ഞങ്ങൾക്കെന്നെന്നും പ്രിയം വല്ലഭ. അതുകൊണ്ട് കാര്യമില്ല. ഇതാണ് ലൗകികത കൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പട്ടുടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളും എത്രയാം വാങ്ങിച്ചു തന്നതി ഞങ്ങൾക്കെന്നും പ്രിയവല്ലഭ. അതെല്ലാം ഇനി കാളിന്തി നദിയിൽ കൊണ്ടൊഴുക്കുകയോ. ഇനി ഞങ്ങളുടെ ഈ ലൗകിക ആഭരണങ്ങളൊക്കെ ഇനി കാളിന്തിയിൽ കൊണ്ട് ഒഴുക്കുക എന്നല്ലാണ്ട് നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളതിന് താല്പര്യമില്ല ഞങ്ങൾക്ക്. അതെല്ലാം ഇനി കാളിന്തി നദിയിൽ കൊണ്ടൊഴുക്കുകയോ ചെയ്യണ്ടു ഞങ്ങൾ ഈ മട്ടിലാമെന്നോർത്തിൽ ഒരിക്കലും. ഇങ്ങനൊരവസരം വരുന്നുള്ളത് ഞങ്ങൾ ധരിക്കുന്നുണ്ടായില്ല. വൈധവ്യം ഞങ്ങൾക്കുണ്ടാവാനേതും കാൺമീല. കാരണം വിധവകളായിട്ട് തീരാൻ ഞങ്ങൾ എന്ത് കർമ്മ ചെയ്തിട്ടുള്ളത് ഞങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ല. കാരണം ഇന്ദ്രനെ കൂടി വറപ്പിച്ചിട്ടുള്ള അങ്ങയുടെ ശൗര്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ അഹന്താമതികൾ തന്നെയായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. വൈവിധ്യം ഞങ്ങൾക്കുണ്ടാവാനേതും കാൺമീല. കാരണം അച്ഛൻ ജാതകമൊട്ടേറെ നോക്കിച്ചാം തന്നത് ഞങ്ങളെ. ജരാസന്ധൻ ജാതകമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ജാതകത്തിൽ പലതും കാണും, ഈശ്വരഹിതത്തിൻ്റെ മുമ്പിൽ അതൊന്നുമില്ല.
അത്ര മനസ്സിലാക്കിയാൽ മതി. ജാതകം ഈശ്വരോപാസന കൊണ്ട് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. ഈശ്വരനെ ധിക്കരിച്ചാൽ അഫലും അതേപോലെയാണ്. എത്ര ശുഭ ലഗ്നത്തിൽ പറഞ്ഞ ആളാണെങ്കിലും ഈശ്വരന് വിപരീതമായി, ഈശ്വരീയതയ്ക്ക് വിപരീതമായി പെരുമാറിയാൽ അധോഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാം കർമ്മദോഷത്തിൽ ഫലമാണില്ല സംശയം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രാവശ്യവും കംസനിഗ്രഹം വായിച്ച വ്യക്തികൾ എന്ത് മനസ്സിലാക്കണം? പ്രകൃതിക്കണങ്ങാത്തതും ഈ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്ക് അനിഷ്ടം വരുന്നതുമായ ഒരു കാര്യങ്ങളും ചെയ്തു പോകരുത്. ചെയ്താൽ പിന്നെ ഗുരുവായൂർ പോയിട്ട് കൃഷ്ണാട്ടങ്കളി കണ്ടിട്ടോ ചുറ്റുവിളക്ക് ചെയ്തിട്ടോ കാര്യമില്ല. കാരണം നമ്മൾ ആരെ സന്തോഷിപ്പിക്കാനാണ് ചുറ്റുവിളക്ക് ചെയ്യണത് അല്ലെങ്കിൽ കൃഷ്ണാട്ടങ്കളി നേരണത്? ആ കൃഷ്ണൻ നമ്മുടെ ഒക്കെ ഹൃദയപത്മത്തിൽ ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ ഉള്ള പ്രമാണത്തിൽ കുടികൊള്ളുന്നുണ്ട്. ഇതറിയാത്തവരാണ് തെറ്റുകൾ ചെയ്ത് ഈശ്വരപ്രീതിക്ക് വേണ്ടി കാശ് ചിലവാക്കുന്നത്. ഐ ആം സോ എന്താണെന്ന് പറയാം, വിഷമമുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക തകർച്ച ഇന്നെന്തിനും തുടങ്ങിയതല്ല, കുറേ കാലമായിട്ട് വാസ്തവികതയിൽ നിന്ന് വ്യതിചലിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അത് തെറ്റാണ്. വാസ്തവികത എന്താ? തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്നുള്ള ധാരണയിൽ സജ്ജന സംസർഗമില്ലാതെ കണ്ടുള്ളൊരു ജീവിതം ഉണ്ടല്ലോ, അത് മോശമാണ്. സജ്ജനങ്ങളെ നിരാകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതം, യഥാർത്ഥ വസ്തു തൻ്റെ ഉള്ളിലുണ്ടായിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്ന അജ്ഞാന അന്ധകാരത്തിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമൂഹം. ഇപ്പോൾ പറഞ്ഞു കുറച്ച് മുമ്പേ, ഈ ആഭൂഷണങ്ങളൊക്കെ ഇനി കാളിന്തിയിൽ തള്ളല്ലേ നിവൃത്തിയുള്ളൂ എന്ന്. അതേപോലെ അതാത് സ്ഥലത്തുള്ള പൊട്ടക്കിണറ്റിൽ പോയി ചാടാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം സംഭവിക്കണം എന്ന് ഞാൻ സിൻസിയറായിട്ട് നിങ്ങളോട് പറയണം. അതുകൊണ്ടാണ് ഇതെല്ലാം കർമ്മദോഷത്തിൻ ഫലമാണില്ല സംശയം, സംസർഗം കൊണ്ടു ഞങ്ങൾക്കും വന്നുകൂടി അതിൻ ഫലം. ഞങ്ങളുടെ ജാതകമൊക്കെ നന്നായിരുന്നു, പക്ഷേ അങ്ങുമായിട്ടുള്ള അതിര് കവിഞ്ഞ അജ്ഞാന തിമിരം ബാധിച്ച അവസ്ഥയിൽ അങ്ങ് അനുഭവിച്ചതിൻ്റെ ഒരു അംശം പാപം ഞങ്ങളും അനുഭവിക്കണം. ഇപ്പോൾ വൈധവ്യം വന്നിട്ട് സംസർഗം കൊണ്ട്, അങ്ങയോടുള്ള സംസർഗം കൊണ്ട് ഞങ്ങൾക്കും വന്നുകൂടി അതിൻ ഫലം. സാധുക്കളെ പല മട്ടും ദ്രോഹിച്ചിടുക കാരണം. ഇനി ഞാൻ എന്താ പറയുക, അവർ അതായത് കംസമഹാരാജാവിൻ്റെ പത്നിമാർ രണ്ടാളും സാധുക്കളെ പലമട്ടും ദ്രോഹിച്ചിടുക കാരണം മഹാകഷ്ടം ഇത് അങ്ങേക്ക് ഇന്ന് ഈ വണ്ണം മുളവായതാം. ഇതൊക്കെ വായിക്കാതെ കൊണ്ട് കംസവധത്തിൽ കൃഷ്ണന് ജയ് വിളിച്ചിട്ട് എന്താ കാര്യം? കംസൻ്റെ തെറ്റിനുള്ള പീഡനകൾ അനുഭവിച്ചു. നമ്മുടെ സ്ഥിതി എന്താ? നമ്മളെവിടെ, എന്തുകൊണ്ട് നമ്മൾ നിവരണില്ല? തെറ്റുകളിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ട് നിവരണില്ല? മഹാകഷ്ടം ഇതങ്ങേക്ക് ഇന്ന് ഈ വണ്ണം മുളവായതാം. ഗുണവാനാകിലും സാധുദ്രോഹം ചെയ്യുകിൽ ഏവനും. ഇപ്പം നല്ല സമയത്ത് ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഗുണവാനാകിലും സാധുദ്രോഹം ചെയ്യുകിൽ ഏവനും. ആരായാലും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര ഒന്നും വ്യത്യാസമില്ല. ഏവനും ഗുണത്തെ ബാധിച്ച് എമ്മട്ടും അതേകീടും അതിൻ ഫലം. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മളെന്താണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളത്? ദോഷമാണോ? ആ ദോഷം നമുക്ക് തിരിച്ചു കിട്ടും. അല്ല, നമ്മൾ സൗഖ്യത്തെ കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആ സൗഖ്യം നമുക്കും തിരിച്ചു കിട്ടും.
അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുണവാനാകിലും സാധുദ്രോഹം ചെയ്യുകിൽ ഏവനും ഗുണത്തെ ബാധിച്ച എമ്മട്ടും അതേ കീടും അതിൻ ഫലം. പാപം ദേവകി പെറ്റുള്ളോരാറു കൊച്ചുകിടാങ്ങളെ കൊന്നതിൻ്റെ മഹാപാപം എന്നും ഇല്ലാതെ പോകുമോ. മരിച്ചു കിടക്കുന്ന ആളോടാണ് സംസാരിക്കണത്. ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവരെ കൊല്ലും. ഒരു ദ്രോഹി ഒരു ദ്രോഹം ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അറിഞ്ഞാലും മൗനം പൂണ്ടിരിക്കാൻ കാരണം എന്താ? സ്വന്തം ആത്മാവിലുള്ള സ്വന്തം ആത്മാവിനെ രക്ഷിക്കാനുള്ള വെപ്രാളം. അത് പിന്നെ അണപ്പൊട്ടിയുടെ പുറത്തേക്ക് എപ്പോഴാണ് വരിക? പാപം ചെയ്തവൻ ഇതേപോലെ അലങ്കാരങ്ങളൊന്നും ഇല്ലാതെ കണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുന്നിൽ ചത്ത് വീണിട്ട് കിടക്കുന്ന കിടപ്പ്, കംസൻ്റെ അവസ്ഥ ഇവരെ ചൊടിപ്പിച്ചു. പാപം ദേവകി പെറ്റുള്ളോരാറു കൊച്ചുകിടാങ്ങളെ കൊന്നതിൻ്റെ മഹാപാപം എന്നും ഇല്ലാതെ പോകുമോ. അപ്പം നമ്മളെ രുചിക്കനുസരിച്ച് ആടിനെയും മാടിനെയും കോഴീനെയും തിന്നതിൻ്റെ പാപം നമ്മളവിടെ കൊണ്ടുവയ്ക്കും. എന്തുകൊണ്ട് സാധാരണ ആചാര്യന്മാർ, പ്രൊഫഷണൽ ആചാര്യന്മാർ ഇത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് സപ്താഹ, നവാഹ, ഏകാദശാഹ വേദികളിൽ പറയണില്ല? അവിടെയാണ് വിഷമം. ഇന്നല്ല എങ്കിലോ നാളെ, അല്ലെന്നാകിലുട അടുത്ത നാൾ. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ അടുത്ത ദിവസം ഞാനും നിങ്ങളും അനവരതം ചെയ്തു കൂട്ടുന്ന പാപപുണ്യങ്ങളുടെ ഫലം അനുഭവിക്കണം. ഞാൻ എന്തൊക്കെയോ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എത്ര ഉയരത്തിൽ നിന്ന് വീണാലും എനിക്ക് തണ്ടൽ പൊട്ടാതെ കണ്ട് കഴിയണത്. ഞാൻ ഒരു 2006-2007 സമയത്ത് എന്നെപ്പറ്റി ആലോചിക്കുകയാണ്. കഷ്ടി ഒരു 9.5 ലക്ഷം രൂപ ബ്ലോക്കായി. എങ്ങനെ ബ്ലോക്കായി? ഐട്ട ഏജൻസിക്ക് തുച്ഛമായി കിട്ടുന്ന ഏജൻസി കമ്മീഷൻ വേണ്ടെന്ന് വെച്ചു ഐട്ടക്കാർ. അതിൽ ഞാനും കുടുങ്ങി. IIT-യിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ കക്കരുത്, നുണ പറയരുത് എന്ന മാന്യമായ അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് ഒരു 14 വർഷം ഞാൻ എയർടെക്കിൽ ബിസിനസ് ചെയ്യായിരുന്നു. അത് പെട്ടെന്ന് നിന്നു. അപ്പോൾ ഒരു 5 കൊല്ലം പിന്നെയുണ്ട് റിട്ടയർമെൻറ്റിന്. വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ബാധ്യത തീർത്ത് നാട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ഭഗവാൻ എന്നെ പല സ്ഥലത്തിലും പിടിച്ച് താങ്ങി നിർത്തി. ആ അരിഷ്ടങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്നല്ല എങ്കിലോ നാളെ, അല്ലെന്നാകിൽ അടുത്ത നാൾ. കർമ്മത്തിൻ ഫലം എമ്മട്ടും വന്നു ചേരും അസംശയം. സംശയിക്കണ്ട. സംശയം വിഷമാണ്. നല്ലതിൻ്റെ നല്ല ഗുണങ്ങൾ, ചീത്തതിൻ്റെ ചീത്ത ദോഷങ്ങൾ അനുഭവിക്കാതെ നമുക്ക് രക്ഷയില്ല. പാവങ്ങൾ പകരം ചോദിക്കില്ലെന്നാകിലും ഈശ്വരൻ അവർ തൻ പിന്നിലുണ്ടെന്നു മറന്നേടായ ഒരുത്തനും. സ്വർണ്ണലിപികളിൽ എഴുതി വയ്ക്കേണ്ട ശ്ലോകമാണത്. എന്നിട്ട് വിഷമം വരുമ്പോൾ ഒക്കെ ഇതെടുത്ത് വായിക്കണം. ഏതേ, പാവങ്ങൾ പകരം ചോദിക്കില്ലെന്നാകിലും ഈശ്വരൻ അവർ തൻ പിന്നിലുണ്ടെന്നു മറന്നേടായ ഒരുത്തനും. ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം എത്രത്തോളം സൗകുമാര്യത്തോടു കൂടിയിട്ടാണ് ഈ ശ്ലോകങ്ങൾ. ഇതൊക്കെ നമുക്ക് നഷ്ടാവില്ലേ? ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു ന്യൂസ്, 14 വയസ്സുള്ള കുട്ടി ഫുൾ പ്രഗ്നൻ്റ്, ജീവുള്ള കുട്ടി, അതായത് 10 മാസം മൂപ്പായ കുട്ടി, അവിഹിത ബന്ധം, 14 വയസ്സിൽ.
ഞാൻ പറയണു 6, 8, 10 വയസ്സിൽ ഈ ഭാഗവതം പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ കുട്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു തെറ്റ് വരുമോ? അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് അങ്ങനെ തൻ്റെ പെങ്ങളെ പോലെ കാത്തു സൂക്ഷിക്കേണ്ടതായ ഒരു കൊച്ചുകുട്ടീനെ വൈകൃതമായിട്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? അച്ഛൻ, അമ്മ, മക്കൾ എന്താണ് ബന്ധം എന്നറിയാണ്ടല്ലേ നമ്മൾ ബഹുഭൂരിപക്ഷ ആൾക്കാരും ജീവിക്കുന്നത്. അവരവരുടെ കടമകളും കടപ്പാടുകളും നിറവേറ്റാതെ കണ്ട് ആലോചിച്ച് നോക്കൂ. പാവങ്ങൾ പകരം ചോദിക്കില്ലെന്നാകിലും ഈശ്വരൻ അവർ തൻ പിന്നിലുണ്ടെന്നു മറന്നീടായ ഒരുത്തനും അന്തര്യാമിയെ വഞ്ചിപ്പാനാവില്ലെന്നെന്നും ഏവനും. അകത്തിരിക്കുന്ന ചൈതന്യത്തിനെ വഞ്ചിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇതിപ്പോൾ തമാശ എന്താ ഉണ്ടോ? സംസ്കൃതത്തിൽ ശരിയായിട്ടുള്ള അർത്ഥം അറിയാതെ കണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താ വായിക്കണതെന്ന് അറിയാണ്ട്, അതിൻ്റെ അർത്ഥം അറിയാണ്ട് ആരൊക്കെയോ അവരുടെ പൂർവികർ അനുവർത്തിച്ച് വന്ന തെറ്റുകൾ സപ്താഹത്തിൽ നോട്ടീസിലുള്ളതൊക്കെ അനുകരിക്കുകയാണ്. ഒരു കുചേലഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 മണിക്കൂറിൽ കുചേലൻ വരണു, കൃഷ്ണൻ പോയി കെട്ടിപ്പിടിക്കണു, പാദപൂജ ചെയ്യണു, എല്ലാവരും കരയണു. അത് കഴിഞ്ഞ ഉടനെ ആ ക്ഷേത്രത്തിൻ്റെ ആ സപ്താഹവേദിയുടെ കുറച്ച് ദൂരെ ഒരു കസാലിട്ടിട്ട് കൃഷ്ണനും രുക്മിണി ഇരിക്കണ ഒരു ഭാഗത്ത്, അടുത്ത കുചേലനും ഇരിക്കണു. എല്ലാവരും വരിക്ക് നിന്നിട്ട് ഒരു ദക്ഷിണ കൊടുത്ത് അവല് സ്വീകരിക്കുകയാണ് കുചേലൻ്റെ എന്ന്. മറ്റൊരു 2 കയ്യുകൾ വെച്ചിരിക്കുക. ഇതാണോ കുചേല വ്യാഖ്യാനം നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കേൾക്കാൻ പോണത്? ഇതുവരെ വായിച്ചിട്ടുള്ളതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുക? അന്തര്യാമിയെ വഞ്ചിപ്പാനാവില്ല എന്നും ഏവനും ഹിരണ്യപ്രഭുകന്മാർക്ക് പോലും വന്നു പരാജയം. കഴിഞ്ഞ കാര്യം പറയണം അല്ലേ? ഹിരണ്യകശിപുവിനും ഹിരണ്യാക്ഷനും കൂടി അവരവർ ചെയ്ത തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടില്ല അവർ അല്ലേ? അപ്പോൾ രാവണൻ പണ്ടു കൈലാസം പൊങ്ങിച്ച ദശകന്ധരൻ രാമസായകമേറ്റല്ലോ മൃതിയാർന്നു മഹാഭുജൻ. അതുകൊണ്ടാണ് മലയാളത്തിൽ പഠിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം. സ്വന്തം മാതൃഭാഷയിൽ പഠിക്കണം. രാവണൻ പണ്ടു കൈലാസം പൊങ്ങിച്ച ദശകന്ധരൻ ദശകന്ധരൻ രാമസായകമേറ്റല്ലോ മൃതിയാർന്നു മഹാഭുജൻ. കൈലാസോദ്ധാരണം ചെയ്ത് പരമശിവനിൽ നിന്ന് അല്ലേ വലിയ അനുഗ്രഹാശിസ്സുകളൊക്കെ വാങ്ങി, ചന്ദ്രഹാസം പോലെയുള്ള വാളൊക്കെ വാങ്ങിയിട്ടും ഒടുക്കം കാലം മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന ശ്രീരാമൻ്റെ അമ്പ് കൊണ്ടിട്ട് മരിക്കേണ്ടി വന്നു. ഈ രാമായണവും ഭാഗവതവും ഭാരതീയ ചിന്താശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എത്രത്തോളം പ്രാഗൽഭ്യമുള്ളതാണെന്ന് നമ്മൾ അറിയാതെ കണ്ടല്ലേ ഇരിക്കുന്നത്. കുറച്ച് ആൾക്കാരല്ലേ ഇത് വായിക്കണുള്ളൂ. വായിച്ചവർക്ക് ഇതിൻ്റെ അർത്ഥവും മനസ്സിലായിട്ടില്ല. സർവഭൂതങ്ങളെ കാത്തുകൊള്ളുവതെന്നും ഈശ്വരൻ, സർവഭൂതങ്ങളെ കാത്തുകൊള്ളുവതെന്നും ഈശ്വരൻ. എല്ലാ ജീവജാലങ്ങളെയും കാത്ത് രക്ഷിക്കാൻ താല്പര്യമുള്ള ആളാണ് ഭഗവാൻ. പക്ഷേ ആ ഭഗവാനെ നെഞ്ചിലേറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണു? ആ ഭഗവാൻ പല ജീവികളുടെയും ഉള്ളിലുണ്ടെന്ന് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മായയിൽ കുടുങ്ങിയിട്ടോ കോഴീനെയും മാടിനെയും നമ്മൾ കൊന്നു തിന്നണം. അവർ നമ്മളെ വെറുതെ വിടുമോ? ആ ജീവജാലങ്ങളിലുള്ള ചൈതന്യം നമ്മളെ വെറുതെ വിടുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എനിക്കറിയുന്ന പോലെ സിൻസിറിറ്റി വിടാതെ കണ്ട് സിൻസിറിറ്റിയോട് കൂടിയിട്ട് നിങ്ങളെ ഓരോരുത്തരോട് ഞാൻ ആഹ്വാനം ചെയ്യാണ്. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല.
മാംസാഹാരം നിഷിദ്ധമാണെന്ന് മനസ്സിൽ വിചാരിച്ച്, നിങ്ങൾ സ്വയം വിചാരിച്ച്, എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറാം. മധുപാനം ചെയ്യുന്നവരെ, അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ശരി, ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിലും ശരി, ഒഴിവാക്കണം. സർവഭൂതങ്ങളെ കാത്തുകൊള്ളുവതെന്നെന്നും ഈശ്വരൻ ആകയാൽ വേദനിപ്പിക്കായക ആരെയും. മതിയുള്ളവൻ, മനസ്സുള്ളവൻ എന്നാണ്, മതിയുള്ളവൻ. മനസ്സില്ലാത്തവരാരുമില്ലല്ലോ. അതുകൊണ്ട് ആകയാൽ വേദനിപ്പിക്കായക ആരെയും മതിയുള്ളവൻ. അവിടെ നിർത്താണ്. എല്ലാവരുടെയും ഹൃദയപത്മത്തിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യം, ആ ബ്രഹ്മചൈതന്യം തന്നെയാണ് എല്ലാവരിലും എന്നുള്ള സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആരും ഉപദ്രവം ചെയ്യാതെ കണ്ട്, വേദനകളെ സമ്മാനിക്കാതെ കണ്ട്, ആശ്വാസവാക്കുകളെ കൊണ്ട് അവരുടെ പോരായ്മകളെ മാറ്റി സ്വതസിദ്ധമായ രീതിയിൽ എളിമയോടുകൂടി സംസാരസാഗരം മറുകര കടക്കാനുള്ള വെപ്രാളത്തിൽ ഒരു താങ്ങും തണലുമായിട്ട് നമ്മൾക്ക് അതെ, താങ്ങും തണലുമായിട്ട് തീരാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതിനും ഭഗവാനിൽ നിന്ന് എന്തുണ്ട്? ഒരു അപ്രീഷിയേഷൻ ഉണ്ട്. എന്താ അപ്രീഷിയേഷൻ? ഞാൻ അതുകൂടി പറയാം. ഇതിന് പാരലായിട്ട് ഞാൻ ഭാഗവതം പറയുന്നുണ്ട്, മൂലം പറയുന്നുണ്ട് യൂട്യൂബിൽ. അതുകൂടാതെ കണ്ട് DC ബുക്സിൻ്റെ 18 പുരാണങ്ങളിലുള്ള ഭാഗവതം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ എനിക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതിനേക്കാൾ ഡെപ്ത് കൂടിയിട്ടുള്ള ഗ്രന്ഥമാണ് അത്. ഒരു ഉദാഹരണം പറയാം. കഥ എല്ലാവർക്കും അറിയാം. എന്താ കഥ? സത്രാജിത്തിന് അദ്ദേഹത്തിൻ്റെ തപശക്തി കൊണ്ട് സൂര്യഭഗവാൻ കൊടുത്തിട്ടുള്ള സമന്തകരത്നം എല്ലാ ദിവസവും 8 ഭാരം സ്വർണം പ്രദാനം ചെയ്യും. അപ്പം അത് അങ്ങനെയുള്ള ശ്രേഷ്ഠ സാധനങ്ങൾ രാജാവിൻ്റെ അടുത്തിരുന്നാൽ രാജ്യത്തിലുള്ള ക്ഷാമം തീരും, രാജ്യത്തുള്ള പ്രജകൾക്ക് ഉപകാരമാവും എന്നൊരു തത്വം ഭഗവാൻ സത്രാജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ കേട്ടില്ല. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാൻ പറഞ്ഞിട്ടും സത്രാജിത്തിനെ പോലുള്ള മനസ്ഥിതിക്കാരെ നോ എന്ന് പറഞ്ഞാൽ അവസാനം അതിൻ്റെ അനന്തരഫലം എന്താ സത്രാജിത്തിനുണ്ടായത്? അതല്ലേ നമുക്കുണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല സജ്ജനങ്ങളായിട്ട് നല്ല റിലേഷൻ നടത്തുക, തുറന്ന് സംസാരിക്കാനുള്ള ഒരു സംവാദം, ഒരു സ്റ്റേജ് ഉണ്ടാക്കുക. ആർക്കും തമ്മിൽ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ പോലെ. അപ്പോൾ ആ 2 കാര്യത്തിന് ഒഴിവാക്കുക. കാണുന്നവരെ അമ്മയായിട്ടും ഭഗവതിയായിട്ടും കാണാൻ സാധിച്ചാൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അതേപോലെ തന്നെ ഭഗവാൻ ആശ്രയിച്ചവരെ കൈവിടില്ല എന്നുള്ളതിനൊരു ഉദാഹരണമാണ് സത്രാജിത്തിനെ ഒരു അതായത് ഈ സത്യഭാമേനെ കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടി വന്ന സാഹചര്യത്തിന് മുമ്പേ വേറൊരു ദുഷ്ടകഥാപാത്രത്തിനെ കൊടുക്കാൻ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണൻ ഹസ്തിനപുരത്തിലേക്ക് പോയ സമയത്ത് കൃഷ്ണഭക്തനായിരിക്കുന്ന അക്രൂരൻ തന്നെ ഒരു എന്താണ് പറയുക, ഒരു നിമിഷത്തിൽ മായയിൽ കുടുങ്ങി. പറഞ്ഞു, സത്രാജിത്തിനെ പകരം വീട്ടിക്കോന്ന് ശതധന്യാവിനോട്, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മരിച്ചു. ഉടനെ ഈ രത്നം
ആരുടെ കയ്യിൽ എത്തിപ്പെടാൻ പാടില്ല? ശതധന്വാവിൻ്റെ കയ്യിൽ. ശതധന്വാവിന് കിട്ടിയിട്ട് കൃഷ്ണൻ പകരം ചോദിക്കാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അത് അക്രൂരൻ്റെ അടുത്ത് കൊടുത്ത് അയാൾ കാശി രാജ്യത്തിലേക്ക് ഓടി. എങ്ങനെയായാലും കൃഷ്ണൻ ശതധന്വാവിനും മതിച്ചു. സാധനം കിട്ടിയില്ല. ഭഗവാന് നല്ല ബോധ്യമുണ്ട് ഇത് അക്രൂരൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. അക്രൂരൻ ഭഗവാനെ പേടിച്ചിട്ട് എന്ത് ചെയ്തു? വേറൊരു രാജ്യത്ത് പോയിട്ട് ഇത് തരുന്ന സ്വർണം കൊണ്ട് പല യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ആ പോർഷൻ വായിച്ചപ്പോൾ ടോട്ടാലിറ്റി എൻ്റെ മനസ്സാകെ വീണ്ടും ഉയർന്നതിനേക്കാൾ മീതെ ഉയർന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ അക്രൂരൻ്റെ അച്ഛന് ഒരു ചില ഗുണഗണങ്ങളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 12 വർഷം മഴ പെയ്യാതെ കണ്ട് ആൾക്കാർ വിഷമിച്ച സമയത്ത് ഇദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുവന്നാൽ മഴ പെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആൻസെസ്ട്രൽ എഫിഷ്യൻസി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ ഭഗവാൻ ദ്വാരകയിൽ ചില അനിഷ്ടങ്ങൾ കണ്ടിട്ട് കാണിച്ചു മായ കൊണ്ട്, സ്വന്തം ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു ഇത് അക്രൂരൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാവണതാണെന്ന് പറഞ്ഞു. അങ്ങനെ അക്രൂരനെ ആളെ വെച്ചു. പേടിച്ച് ഭയന്ന് അദ്ദേഹം അക്രൂരൻ വന്നു. ഭഗവാനെ പേടിക്കണ്ട, തന്നെ ഞാൻ ശിക്ഷിക്കില്ല, താൻ എൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ ബലരാമസ്വാമിക്ക് കൂടി സംശയമുണ്ട്. അങ്ങനെ ആ അക്രൂരൻ്റെ കയ്യിലുള്ള ആ ദിവ്യമായ രത്നത്തിനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് അത് ഇപ്പോൾ ഏതായാലും സത്യഭാമ എൻ്റെ ഭാര്യയാവുമ്പോൾ സത്യഭാമയുടെ അച്ഛൻ്റെ മുതൽ സത്യഭാമയ്ക്കുള്ളതല്ലേ, അതുകൊണ്ട് അതിൻ്റെ അനുഭവം ഞങ്ങൾ അനുഭവിക്കും, ഏതായാലും അവരുടെ രാജ്യത്ത് തന്നെ വയ്ക്കാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ അക്രൂരനോട് എന്താ പറഞ്ഞത്? ഞാൻ തന്നെ ഞാൻ ശിക്ഷിക്കില്ല, താൻ എൻ്റെ ഏകാന്ത ഭക്തനാണ്. ഇങ്ങനെയുള്ള കഥാമുഹൂർത്തങ്ങൾ എനിക്ക് തന്നെ കിട്ടിയത് 95 ഞാൻ ശിക്ഷപ്പെട്ടു വിചാരിച്ചാലും 2024 ആയി. എന്താ കാരണം? സംസ്കൃതം നമുക്ക് അറിയാതെ കൊണ്ട് പോയതിൻ്റെ അപര്യാപ്തത. സംസ്കൃതം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ മുമ്പിലുള്ള ആൾക്കാരെ നോട്ടീസിലുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ കൂടി വേദാന്തങ്ങൾ പറയാറുണ്ട്, പക്ഷെ അതൊന്നും പോരാന്നുള്ളത് എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? അപ്പം ഞാൻ മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് തരണമെന്ന് മാത്രം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.